ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പോ എന്റെ മക്കൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പില് ഇതുവരെ ജോയിൻ ചെയ്യാത്തവര് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അതിന്റെ ലിങ്ക് നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലൊരു ലിങ്ക് ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോ നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, കാരണം പരീക്ഷ എടുത്തിട്ടുണ്ട്. അപ്പൊ കേരള പാഠാവലിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു പരീക്ഷ ചോദ്യമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഏതായിരുന്നു? കേരള പാഠാവലിയാണ്, മലയാളം ഫസ്റ്റ് ആണ് അല്ലെ? മലയാളം ഫസ്റ്റില് ചിത്രശലഭങ്ങൾ എന്ന് പറയുന്ന ഒരു നാടകം നമ്മൾ പഠിക്കുന്നുണ്ട്. ജി ശങ്കരപിള്ളയുടെ ചിത്രശലഭങ്ങൾ അല്ലെ? പ്ലാവിലെ തൊപ്പികൾ എന്ന് പറയുന്ന ഒരു നാടകത്തിലുള്ള ഒരു ഭാഗമാണ്. അപ്പോ ആ പാഠത്തിൽ നിന്നും ഒരു സാധ്യത, പരീക്ഷ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ടീച്ചർ പറയുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ കഥാപാത്ര നിരൂപണമാണ്. നമുക്കറിയാം, കഥാപാത്ര നിരൂപണം ഇല്ലാത്ത ഒരു പരീക്ഷയും കാണാറില്ല അല്ലെ? എല്ലാ പരീക്ഷയിലും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ടാവും, ഇതാരാണ്? നമ്മുടെ ചിത്രശലഭങ്ങൾ എന്ന് പറയുന്ന അല്ലെ, നമ്മുടെ ഈ നാടകത്തിലെ ചിത്രശലഭങ്ങൾ എന്ന് പറയുന്ന നാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ആര്? വൃദ്ധ അല്ലെ? വൃദ്ധ. അപ്പൊ ആ വൃദ്ധയെ കുറിച്ചാണ് ടീച്ചർ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? കഥാപാത്ര നിരൂപണം ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം അല്ലെ? നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോ പാഠപുസ്തകത്തിലെ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ തന്നിരിക്കുന്നത്. ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് വൃദ്ധ. വൃദ്ധയുടെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? താഴെ കൊടുത്ത കോളങ്ങളിൽ എഴുതുക. അവരുടെ രൂപത്തെ പറ്റി നമ്മൾ എഴുതേണ്ടതുണ്ട്, അവരുടെ സ്വഭാവത്തെ പറ്റി നമ്മൾ എഴുതേണ്ടതുണ്ട്, മറ്റുള്ളവരോട് അവർക്കുള്ള പെരുമാറ്റത്തെ കുറിച്ചും നമ്മൾ എഴുതേണ്ടതുണ്ട്. പിന്നെ മറ്റെന്തൊക്കെ സവിശേഷതയാണ് നിങ്ങൾ അവരിൽ കണ്ടത് എന്നും കൂടെ ചേർത്തുകൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ഇങ്ങനെ ചിത്രമൊന്നും തന്നു തരില്ല കേട്ടോ. ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ വൃദ്ധയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കഥാപാത്ര നിരൂപണമായി എഴുതുക. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ സ്വഭാവം, മറ്റുള്ളവരുടെ പെരുമാറ്റം, സവിശേഷതകൾ എല്ലാം ചേർത്തുകൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എഴുതാനുള്ളത്. പ്രകൃതിയുടെ പ്രതിരൂപമാണ് ചിത്രശലഭങ്ങൾ അല്ലെ? പ്രകൃതിയുടെ പ്രതിരൂപമാണ് ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ വൃദ്ധ അഥവാ മുത്തശ്ശി എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം അല്ലെ? മുത്തശ്ശി എന്നാണ് അതിൽ വിളിക്കുന്നത്. അപ്പോ സർവം സഹയായ ഒരു മുത്തശ്ശിയുടെ രൂപവും പെരുമാറ്റവുമാണ് അവർക്ക് അല്ലെ? വളരെ പ്രായമായ അവരുടെ ശരീരമെല്ലാം എങ്ങനെയാണ്? ചുക്കിച്ചുളിഞ്ഞതാണ് അല്ലെ? അവരുടെ ശരീരത്തെ കുറിച്ച് പറഞ്ഞു, ചുക്കിച്ചുളിഞ്ഞതാണ്. കൂനുള്ളതിനാൽ, ഇത് ഇങ്ങനെ കൂനിയാണ് നടക്കുക, കൂനുള്ളതിനാൽ വടിയും കുത്തിയാണ് അവരുടെ നടത്തം. ആ ചിത്രത്തിലുണ്ട് കൂന്, ഇവിടെ ഒരു കൂനുള്ളത് കൊണ്ട് അല്ലെ, കുനിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോ വടിയും കുത്തിയാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞു. പ്രകൃതിയുടെ പ്രതിരൂപമാണ് ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ വൃദ്ധ അഥവാ മുത്തശ്ശി. സർവം സഹയായ ഒരു മുത്തശ്ശിയുടെ രൂപവും പെരുമാറ്റവുമാണ് അവർക്കുള്ളത്. എല്ലാം സഹിക്കാൻ അല്ലെ അവർ തയ്യാറാണ്. അങ്ങനെ ഒരു കഥാപാത്രമാണ് അവര്. പിന്നെ അവരുടെ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ ചുക്കിച്ചുളിഞ്ഞതാണ്, കൂനുള്ളതിനാൽ ഒരു വടിയും കുത്തിപ്പിടിച്ചിട്ടാണ് അവരുടെ നടത്തം. ഇനി കാഴ്ചശക്തിയും കേൾവി ശക്തിയും കുറവാണ് അല്ലെ? കാഴ്ചശക്തിയും കേൾവി ശക്തിയും കുറവുമാണ്. കാടിനോടും കാടിന്റെ മക്കളോടും അടങ്ങാത്ത സ്നേഹം മുത്തശ്ശിക്കുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു പ്രകൃതിയുടെ പ്രതിരൂപമാണ് അല്ലേ? അതുകൊണ്ട് പറയുന്നുണ്ട്, കാടിനോടും കാടിന്റെ മക്കളോടും അടങ്ങാത്ത സ്നേഹം ആർക്കുണ്ടായിരുന്നു? മുത്തശ്ശിക്കുണ്ടായിരുന്നു. അവരുടെ സംരക്ഷകയാണ് മുത്തശ്ശി. കാട്ടിൽ കയറി ആരും അപകടത്തിൽ പെടരുതെന്ന് മുത്തശ്ശി ആഗ്രഹിക്കുന്നു. കാട്ടിൽ കയറി ആരും അപകടത്തിൽ പെടരുതെന്ന് മുത്തശ്ശി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ശലഭങ്ങളുടെ പിന്നാലെ പോയ മാലാഖമാരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത് അല്ലെ? ശലഭങ്ങളുടെ പിന്നാലെ പോയ മാലാഖമാരെ എന്താണ് അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആര് ശ്രമിച്ചിരുന്നു? മുത്തശ്ശി ശ്രമിച്ചിരുന്നു. സ്വന്തം ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ അവർ മാലാഖമാർക്ക് പകർന്നു നൽകുന്നു അല്ലെ? സ്വന്തം ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളൊക്കെ അവർ മാലാഖമാർക്ക് പകർന്നു നൽകുകയാണ്. സ്വന്തം മക്കളോടെന്ന പോലെ വാത്സല്യവുമായിരുന്നു മുത്തശ്ശിക്ക് മാലാഖമാരോടുണ്ടായിരുന്നത്. ധാരാളം അമാനുഷിക സിദ്ധികളുള്ള ഈ വൃദ്ധ
കാടിന്റെ അമ്മയാണ്. ധാരാളം അമാനുഷികം അല്ലെ, മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതില് അപ്പുറമുള്ള കഴിവുകൾ ആർക്കുണ്ടായിരുന്നു? നമ്മുടെ വൃദ്ധയ്ക്ക് ഉണ്ടായിരുന്നു, മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വൃദ്ധ എന്ന് പറയുന്നത് അല്ലെ മുത്തശ്ശി എന്ന് പറയുന്നത് കാടിന്റെ അമ്മയാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ അല്ലെ ബന്ധം വൃദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അല്ലെ, മനുഷ്യനും പ്രകൃതിയും തമ്മില് നല്ലൊരു ബന്ധമുണ്ട് അല്ലെ. അതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മനുഷ്യന്മാര് വിചാരിക്കും പോലെ നമ്മള് പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാം നശിപ്പിക്കാനും അങ്ങനെ താറുമാറാക്കാനും ഉള്ളതാണ് എന്നുള്ള ഒരു അഹംഭാവം നമുക്കുണ്ട്. പക്ഷെ അതല്ല, നമ്മള് പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ്. ആ ഒരു ബന്ധം മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അത്രയ്ക്കും ഒരു അടുപ്പമാണ് വേണ്ടത് അല്ലെ. നമ്മുടെ എന്താണ്? അതെ, നമുക്ക് എന്ന് പറയുന്ന എന്നൊന്നുണ്ടെങ്കിൽ അത് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നും അല്ലാതെ പ്രകൃതി മനുഷ്യന്റെ ഭാഗമല്ലെന്നുമെന്നാണ് നമ്മള് എപ്പോഴും ചിന്തിക്കേണ്ടത്. ആ ഒരു കാര്യം കൂടെ വൃദ്ധ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ. അപ്പോൾ ഇത്രയുമാണ് വൃദ്ധ അല്ലെങ്കിൽ മുത്തശ്ശി എന്ന കഥാപാത്ര നിരൂപണമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. പരീക്ഷയ്ക്ക് വന്നാല് അടിപൊളിയായിട്ട് എഴുതാ. ടീച്ചർ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ബൈ.